ഇല്ല, ഞാനവിടെ ഓഫീസിലില്ല, വീട്ടില്. ഇവനിതെന്തു പറ്റി? വലിയ ഗൗരവത്തിലാണല്ലോ. തനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പിന്നെ വിളിക്കേ. സൂര്യ, ഏത് ഡോക്ടറെ ഭാവന കാണിച്ച്? ഡോക്ടർ മാധുരി. നല്ല ഡോക്ടർ ആന്റി. ഭാഗ്യത്തിന് എന്നെ അറിയില്ലായിരുന്നു. ആ, അത് നന്നായി. എന്താ മോളെ, നീ ഓക്കെ അല്ലേ? ഓക്കെയാണ് ആന്റി. സൂര്യ എന്താ ഗൗരവത്തിൽ പോയത്? വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ആന്റി. അല്ല, അവൻ ഇവിടുന്ന് പോയതുപോലെ അല്ലല്ലോ വന്നത്, അതുകൊണ്ടാ ചോദിച്ചേ. അല്ല, ഇനി എന്ന് പോകാനാ പറഞ്ഞേ? ഒരു 2 ആഴ്ചയിലൊരിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകണം ആന്റി. ഡോക്ടറോട് എന്താ നിങ്ങൾ പറഞ്ഞത്? ട്രീറ്റ്മെന്റിലൂടെയുള്ള ഗർഭധാരണമാണെന്നും അതിന്റെ കാരണങ്ങളും പറഞ്ഞു ആന്റി. ഭാഗ്യത്തിന് കൂടുതലൊന്നും വിശദീകരിക്കേണ്ടി വന്നില്ല. അതെന്തായാലും നന്നായി. ഇനി അങ്ങോട്ട് നല്ല ശ്രദ്ധ വേണം കേട്ടോ മോളെ. ശരി ആന്റി. മോള് വാ. മോളിരിക്കെ, ആന്റി പോയി ജ്യൂസ് എടുത്തിട്ട് വരാം. ആന്റി, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. ആ ശരി മോളെ. ഭാവനെ, നീ എന്തിനാ ഇതെടുത്ത് കുടിച്ചത്? ഇത് മാനസയ്ക്ക് കൊണ്ടുവച്ചല്ലേ? അയ്യോ ആന്റി, ഞാൻ പെട്ടെന്ന് ദാഹിച്ചപ്പോ വെള്ളം നോക്കിയപ്പോ കണ്ടില്ല, അങ്ങനെ ഞാനെടുത്ത് കുടിച്ചതാ. ആഹാ, വെള്ളം കണ്ടില്ലെന്ന് കരുതി വേറെ ആർക്കെങ്കിലും വെച്ചിരിക്കുന്ന ജ്യൂസ് എടുത്ത് കുടിക്കോ? അതിനെന്താ ആന്റി, ഞാനവർക്ക് വേറെ ജ്യൂസ് റെഡിയാക്കി കൊടുക്കാം. ഭാവനെ, എനിക്കിപ്പോ വേണ്ട. ഞാനൊന്ന് വൊമിറ്റ് ചെയ്തായിരുന്നു. ഞാനേ ഇപ്പൊ ഒന്നും കഴിച്ച ശരിയാവില്ല. എന്തു പറ്റി മോളെ? ഒന്നുമില്ല ആന്റി, യാത്ര ചെയ്തോണ്ടായിരിക്കും. ശരീരം ഒന്ന് ഇളകിയിട്ടുണ്ടാവും. എന്താ, നല്ല സ്പീഡിലാണോ സൂര്യ വണ്ടി ഓടിച്ചേ? ഇല്ല ആന്റി, നോർമൽ സ്പീഡിലായിരുന്നു. ഞാനും കൂടി വന്നാ മതിയായിരുന്നു. മോള് വാ, അല്പനേരം വന്ന് കിടക്കാം. വാ അതൊക്കെ. ഇതെന്തിനാ ബാക്കി വെച്ചിരിക്കുന്നെ? ഇതും കൂടി എടുത്ത് കുടിക്കേ. ആന്റി, എന്താ ആന്റി, ആന്റിക്ക് പതിവില്ലാത്തൊരു മാറ്റം? ആന്റിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നോട് തുറന്നു പറയും. എന്റെ മനസ്സിലൊന്നുമില്ല. പിന്നെന്താ, ഞാൻ ജ്യൂസ് എടുത്ത് കുടിച്ചതിന് ആന്റി അങ്ങനെയൊക്കെ സംസാരിച്ചേ? അത് പിന്നെ ഒരാൾക്ക് കൊണ്ടുവച്ച ജ്യൂസ് അല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ഇവിടെ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടായിട്ടില്ലല്ലോ ആന്റി. പിന്നെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഭാവനെ, എനിക്ക് കൂടുതൽ വിശദീകരിക്കാനൊന്നും ആവില്ല. ഇനി മുതൽ മാനസിയെ നല്ലതുപോലെ നോക്കേണ്ടതുണ്ട്. പറ്റുമെങ്കിൽ നിനക്കും അവളൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ലല്ലോ ആന്റി. പിന്നെന്താ ആന്റി, എനിക്ക് ആരുടെയും മനസ്സ് വായിക്കാനുള്ള കഴിവൊന്നുമില്ല. ആന്റിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് പറയണം, അല്ലാതെ മനസ്സ് വെച്ച് എന്നോട് പെരുമാറരുത്. ആന്റിയുടെ ഭാവം കണ്ടപ്പോ എനിക്കെന്തോ മറ്റു പലതും തോന്നിപ്പോന്നു, അതുകൊണ്ട് പറഞ്ഞതാ.